അതിന് വിധങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ്. നമുക്കൊന്നും അതില്ലല്ലോ സംഭവം. നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ വാതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചോദിക്കുന്നതിന് മുമ്പേ പൈസ തരും. ചോദിക്കേണ്ട അതിന് മുമ്പേ പൈസ. ചുമ്മാ ഓഫീസ് റൂമൊക്കെ പണം കൊണ്ട് ഇങ്ങനെ നിറയും. ഇല്ല അവിടെ കടിച്ചു വെച്ചേക്കുന്നത് വാട്സപ്പിൽ വരുന്നത് കണ്ടില്ലേ, ഓരോ റൂമിലൊക്കെ കെട്ട് കണക്കിനിരിക്കുന്നത് പോലെ. അതേപോലെ വരുമായിരുന്നു. നമ്മളെ കാണിക്കൂലല്ലോ ഇത്, നമ്മളെ കാണിക്കൂല. നമ്മളത് ഗൈബിൽ നമ്മൾ മനസ്സിലാക്കണം, അദൃശ്യത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റക്അത്താൻ, 2 റക്അത്തിന്റെ സ്ഥാനം അതല്ലേ ആ ഖബറിൽ കിടക്കുന്നവർക്ക്. ഇപ്പം 2 റക്അത്തിന്റെ സവാബ് ഉണ്ടെങ്കിൽ അദ്ദേഹം ദുനിയാവിൽ കോടാനക്കോടികളുണ്ടെങ്കിലും അതിനേക്കാൾ അതായിരിക്കും ശ്രേഷ്ഠം. നബി റസൂലുള്ളാഹി പറഞ്ഞു. അതല്ലേ ഒരു കൂട്ടുകാരൻ, 2 റക്അത്ത് ഖബറിലൊരു കൂട്ടുകാരനല്ലേ അല്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ദഖലൽ മയ്യിതു അൽ ഖബ്റ, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ, ഒരു മയ്യത്ത് ഖബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഏത് മയ്യത്ത് ദുനിയാവിലെ നമസ്കാരവും ഇബാദത്തുമുള്ള ഒരു സാലിഹായ മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ മയ്യത്ത് ഖബറടക്കിയിട്ട് എല്ലാവരും പോകുമ്പോ സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെടുമത്രേ. ഫയഖൂൽ, ഉടനെ ആ മയ്യത്ത് പറയുമത്രേ, ദഊനി ഉസല്ലി, എനിക്ക് നമസ്കരിക്കാൻ സമയമായി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. ഇബാദത്തുള്ള മനുഷ്യരെ, ചിലർക്ക് സുഖമില്ലാതെ കിടക്കുമല്ലോ, ഓർമ്മയില്ല. ഇബാദത്ത് നല്ല ഇബാദത്തുള്ള മനുഷ്യരാണ്. അവർക്ക് പെട്ടെന്ന് അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരിങ്ങനെ നിസ്കരിക്കുന്ന സമയം ലൊഹറായി, അസറായി, മഗ്രിബായി, ആ വെള്ളമെട്, അത് ഇപ്പോൾ നിസ്കരിക്കാം, പായെടുത്തിട്ട് നിസ്കരിക്കാം, വെറുതെ അവന് പുലമ്പിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ ഫിക്ർ അതാണ്, ചിന്ത അതാണ്. നിസ്കാരം, ഇബാദത്ത്, ആ ചിന്ത. ഈ മനുഷ്യൻ, ഇങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ എല്ലാം മൂടുമ്പോൾ, മണ്ണൊക്കെ ഇട്ട് മൂടി പലകയൊക്കെ നിർത്തി കഴിയുമ്പോൾ ഒരു ഇരുട്ടാണല്ലോ. അപ്പോൾ ഈ മയ്യത്തിൽ അനുഭവപ്പെടും അത്രേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് പോലെ. ഉടനെ അദ്ദേഹം പറയാണ്, ദഊനി ഉസല്ലി, എന്നെ നമസ്കരിക്കാൻ അനുവദിക്കണേ. വലാകിന്നഹു ലാ സ്വലാത്ത അലൈഹി, പക്ഷേ അവിടെ അദ്ദേഹത്തിന് നമസ്കാരമില്ല. ഫയുഖാലു, അദ്ദേഹത്തോട് പറയപ്പെടുകയാ, യുസല്ലാ അലൈക വലാ തുസല്ലി അൽയൗം, നിങ്ങളുടെ മേൽ നമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ, ഇനിമേൽ നിങ്ങൾക്ക് നമസ്കാരമേ ഇല്ല. യുദ്ആ അലൈക, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വലാ തദൂ, ഇനി നിങ്ങൾക്ക് ദുആയേ ഇല്ല. ദുനിയാവിൽ വെച്ച ദുആ നിസ്കാരവും, മരിച്ചു കഴിഞ്ഞ് കബറിനകത്ത് കൊണ്ടുവച്ച് നിസ്കരിക്കാൻ എന്നെ അനുവദിക്കണേ. അത് ആ ദുനിയാവിൽ അവൻ സ്വാലിഹായ മനുഷ്യനായതിൻ്റെ പേരിൽ ആ ഖബറിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അവനൊരു കൂട്ടുകാരനായി ആ നമസ്കാരം എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷത്താലാണ് എന്നെ നമസ്കരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് പറയപ്പെടുന്നത്, നിങ്ങളുടെ നിസ്കാരമൊക്കെ തീർന്നു, ഇനി നിങ്ങൾക്ക് നിസ്കാരമില്ല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫി വഅക്രിം നുസുലഹു വവസിഅ മുദ്ഖലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇനി നിങ്ങൾ ദുആ ചെയ്യേണ്ടതും നമസ്കരിക്കേണ്ടതുമായ ആവശ്യമേ ഇല്ല. കൂട്ടുകാർ, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പറഞ്ഞത്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ ആലിമായോ, അവൻ ഇൽമ പഠിച്ചോ, അവൻ എന്തിനു വേണ്ടിയാണ് ഇൽമ പഠിച്ചത്? ആ ഇൽമ പഠിച്ചിട്ട് അത് വ്യാപിപ്പിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് തബ്ലീഗ് ചെയ്യുകയും അത് ദഅവത്ത് ചെയ്യുകയും ചെയ്താൽ, അത് തദ്രീസിലൂടെ, അത് ദർസിലൂടെ ജനങ്ങൾക്കും കുട്ടികൾക്കും അത് പഠിപ്പിച്ചു കൊടുത്താൽ, ആ പണ്ഡിതൻ ഖബറിലേക്ക് എത്തിയാൽ ആ പണ്ഡിതന്റെ കൂട്ടുകാരൻ അവൻ പഠിച്ച ഇൽമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിലെ കൂട്ടുകാരൻ, ഖബറിലെ കൂട്ടുകാരാര്? ഇൽമ.
ഇൽമു പഠിച്ചാൽ. ഇപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കാസറ്റ് ആരെങ്കിലുമൊക്കെ കേട്ടാൽ അതിൻ്റെ സവാബ് ഖബറിലേക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇൽമു പഠിപ്പിച്ചു കൊടുത്താൽ ആ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉസ്താദ് മരിച്ചാൽ ആ കുട്ടി ഓതുന്നതനുസരിച്ച് അതിൻ്റെതായ സവാബ് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിനർത്ഥം. ഇൽമൻ അല്ലമഹു വനശറഹു. ഒരിക്കലാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ സ്വഹാബാക്കൾ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അജ്വദിൽ അജ്വാദ്, ധർമ്മിഷ്ഠതയിൽ ഏറ്റവും വലിയ മഹോന്നതൻ ആരെന്ന് പഠിപ്പിച്ചു തരട്ടെയോ സഹാബ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും. ആരാണ് ഉദാരൻ, ആരാണ് ധർമ്മിഷ്ഠൻ, ആരാണ് സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന വ്യക്തി, ആരാണെന്ന് സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ അറിയിച്ചു തരാൻ ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുകയാണ്. ഉടനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ്, അല്ലാഹു അജ്വദുൽ അജ്വാദ്, ഏറ്റവും വലിയ ഉത്തമനായ ധർമ്മിഷ്ഠൻ അല്ലാഹുവാണ്. അവൻ ഏറ്റവും അവനല്ലേ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നത്. അവൻ തന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ പിടിച്ചു കൊടുക്കും. 1000 രൂപ ചോദിക്കുമ്പോൾ പിടിക്കും. അല്ലാഹ് ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹ് പിടിക്കാതെ ഹിസാബില്ലാതെയാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ ഹിസാബായിട്ടാണ് കൊടുക്കുക. നമ്മൾ പേഴ്സ് എടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് നോക്കിയിട്ടാണ് കൊടുക്കുക. എൻ്റെ സ്വഭാവം പറയുന്നത് നിങ്ങളുടെ അല്ല, എനിക്കറിയില്ല. അല്ലാഹുവല്ല, എല്ലാ ദിവസവും വാതിൻ്റെ എല്ലാം കൊടുത്താൽ പേഴ്സ് മൊത്തം കാലിയാവില്ല. സംഭവം നിറയ്ക്കാൻ നിങ്ങൾ സമ്മതിക്കത്തുമില്ലല്ലോ. അപ്പൊ അല്ലാഹ് ഹിസാബ് നോക്കാതെയാണ് നമുക്ക് തരുന്നത്. അല്ലാഹ് ഹിസാബ് നോക്കാതെ തരുമ്പോൾ നമ്മൾ ഹിസാബ് നോക്കി കൊടുക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ ഉദാരനും ഔദാര്യവാനും ആരാണ്? ധർമ്മിഷ്ഠനാരാ? അല്ലാഹ്. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അന അജ്വദു ഉൽദി ആദം, ആദമിന്റെ മക്കളിൽ അല്ലാഹ്ക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ ഞാനത്രേ. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ പോയാലും എല്ലാവർക്കും അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഹബീബായ തങ്ങളുടെ അങ്ങനെ കൊടുക്കണം ഹബീബേ. അൽഹംദുലില്ലാ, അങ്ങനെ വാരി കൊടുക്കാൻ. റമളാൻ മാസത്തിലൊക്കെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് അത്ഭുതപ്പെടും. നബി തങ്ങൾ ഇങ്ങനെ വാരി കൊടുക്കുന്ന കണ്ടിട്ട്. റമളാന്റെ മാസത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അത്രയ്ക്ക് ഇങ്ങോട്ട് വാരി കൊടുക്കാൻ. അനജ്വദു ഉൽദി ആദം വഅജ്വദു മൻ ബഅദി. ഇനി ശ്രദ്ധിക്ക്. എനിക്ക് ശേഷം ആരാണ് ഉത്തമരായ ധർമ്മിഷ്ഠർ? ആരാണവർ? ഉത്തമരായ ധർമ്മിഷ്ഠർ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, റജുലുൻ, ഒരു പുരുഷനാ, അലിമ ഇൽമാ, അവൻ ഇൽമ പഠിക്കുകയും ഫനശറഹു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വ്യാപിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം ഏറ്റവും വലിയ ഉദാരൻ അവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനിപ്പോൾ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ ഇൽമുകൾ കോടാനകോടി രൂപ സദഖകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ വെറുതെയല്ല ഈ പാതിരാ സമയത്ത് നിങ്ങൾ ഉറക്കമിളച്ചിവിടെ ഇരിക്കുന്നത്. ഈ വിനീതന്റെ നാവിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഇൽമുകൾ, മൊഴിമുത്തുകൾ അത് നിങ്ങൾ പെറുക്കിയെടുക്കാൻ ആവേശത്തോടെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എറിഞ്ഞു തരുന്ന ഈ ഉലമാക്കളുണ്ടല്ലോ, അവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും ധർമ്മിഷ്ഠരെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും ധർമ്മിഷ്ഠൻ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഇവരെ യുബ്അസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വഹദ, നാളെ ആഖിറത്തിൽ ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഒരു സമുദായം പോലെയാ, ഒരു സമുദായം പോലെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഉമ്മത്തൻ വാഹിദ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്കരിച്ച് ഒരു ഉമ്മത്തിനെ വാർത്തെടുത്തു. ഒരു ഉമ്മത്ത് നന്നായി, ഒരാലിമ് നന്നായാൽ ഒരു ഉമ്മത്ത് നന്നാവും. ഒരു ഉമ്മത്ത് നന്നായി. ഈ ആലിം ഇൽമു പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ നാളെ ഒരു ഉമ്മത്തിനെ പോലെ ഇദ്ദേഹത്തെ നാളെ ആ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ആഖിറത്തിൽ കൊണ്ടുവരും. പക്ഷെ അദ്ദേഹം ഖബറിൽ കിടക്കുമ്പോൾ ഈ ഇൽമു ആ ഖബറിൽ അദ്ദേഹത്തിന് കൂട്ടുകാരായിട്ട് വരും. ആണ് ആലിമ്.
കുറഞ്ഞ കാര്യമൊന്നുമല്ല. ആലിമിങ്ങൾക്കുള്ള അള്ളാന്റെ കൂലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? മൻ തഅല്ലമ ഇൽമാ മിമ്മാ യബ്തഗാ ബിഹി വജ്ഹല്ലാഹ് അഅതാഹു അല്ലാഹു അജ്റ 70 നബിയ്യാ ഔ കമാ ഖാല അലൈഹിസ്സലാം. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അവൻ്റെ പ്രീതിക്ക് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇഖ്ലാസോടെ നിഷ്കളങ്കതയോടെ ഈ പാവപ്പെട്ട സമൂഹത്തിന് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതി ആരൊരു പണ്ഡിതൻ, ഏതൊരു പണ്ഡിതൻ ഇൽമ പഠിക്കുന്നുവോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 70 പ്രവാചകന്മാരുടെ സവാബ് അല്ലാഹു ആ പണ്ഡിതന് നൽകുമത്രേ. 70 നബിയ, 70 പ്രവാചകന്മാരുടെ സവാബ് അള്ളാഹുവിന് വേണ്ടി ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ, അള്ളാഹു കൂട്ടത്തിലൊക്കെ നമ്മളെ പെടുത്തട്ടെ. വിടച്ചവനെ റബ്ബേ അല്ലാഹ്, ഇതൊക്കെ അള്ളാഹ് നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. വൈതാമ്പറാത്തായിട്ട് കബറിൽ വരുമ്പോൾ കിടന്നുറങ്ങിയാൽ മതി. ഈ വാളൊക്കെ അവിടെ വരും. ആരൊക്കെ ഈ വാള് കേൾക്കുന്നു, ആരൊക്കെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇഖ്ലാസ് പോലെ അതൊക്കെ അവിടെ എത്തും. അൽഹംദുലില്ലാ, ഒരാൾ നന്നാവണം, മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഈ വാള് പറയുമ്പോൾ അതൊക്കെ ആ കബറിലെത്തും. റാത്തായിട്ട് കിടന്നുറങ്ങാമല്ലോ. മുഖാത്തിൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുകയാ, ഇദൻ തഹൽ മുഅ്മിനു ഇലാ ബാബിൽ ജന്ന, ഒരു സത്യവിശ്വാസി സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ ഫയുഖാലു, അവനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്നത ബിഅമലിക, നീ ചെയ്ത അമലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണേ. മറിച്ച് വഇദൻ തഹൽ ആലിമു ഇലാ ബാബിൽ ജന്ന, ഒരു ആലിം, ഒരു പണ്ഡിതൻ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കലേക്ക് എത്തിയാൽ മലക്കുകൾ വന്ന് അവരോട് പറയുകയാണ്, ഖിഫ് അലാ ബാബിൽ ജന്ന, ദയവ് ചെയ്ത് ഈ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ ഒന്ന് നിൽക്കണേ. വഷ്ഫി ബിന്നാസ്, ഈ വഷ്ഫഅ ബിന്നാസ്, ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്ത് അവരെയും കൂടി ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറ്റണേ. ആലിമ്യങ്ങളോട് എനിക്കവിടെ പോലെ പ്ലീസ് പ്ലീസ് പോലെ. ബാക്കി ആലിമല്ലാത്ത വ്യക്തി പോകുമ്പോൾ അവിടെ പറയും, നീ അമ്മൽ നിസ്കരിച്ചിട്ടുണ്ടോ, ബാത്ത് ചെയ്തിട്ടുണ്ടോ, അമൽ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടേ സ്വർഗത്തിൽ കയറ്. ഇല്ലേ, മാറിപ്പോ. ആലിമ്യങ്ങൾ വരുമ്പോൾ ഉഖ്റവിയായ പണ്ഡിതന്മാർ അവർ വരുമ്പോൾ പറയും, നീ പോലെ ആ പാവപ്പെട്ട രണ്ടുപേരെയും കൂടെ ഒന്ന് ശഫാഅത്ത് ചെയ്തിട്ട് പോ എന്ന് മലക്കുകള സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വെച്ച് പറയും അത്രേ. അള്ളാഹുവേ, ആ കുലത്തിലുള്ള പണ്ഡിതന്മാരാക്കി മാറ്റണേ അടച്ചവനെ. അങ്ങനെ ഒരു തൗഫീഖ് എനിക്ക് കിട്ടി. ഞങ്ങളെയൊക്കെ ഞാനായിട്ട് അസീസാക്ക എപ്പോഴെ കൈവക്കി. പക്ഷെ അങ്ങനെയുള്ള പണ്ഡിതനാവാൻ നിങ്ങൾ ദുആ ഇറക്കണം, നിങ്ങൾ ദുആ ചെയ്യണം. അല്ല ചുമ്മാ പ്രസംഗിച്ചിട്ട് കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ രക്ഷപ്പെട്ട്. നിങ്ങളെയൊക്കെ ഞാൻ ചെയ്തോളാം. പള്ളിക്കുറ്റിക്കാരെ പ്രത്യേകം ആംബുലൻസ് തെളിവാണ് സംഭവം കിടക്കും. മനസ്സിലായില്ലേ? ഇൽമ് അടിച്ച് അങ്ങനെ കുറഞ്ഞ കാര്യമാണോ? ഇൽമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണോ? ആലിമീങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നുണ്ട് കുറേ ആളുകൾ. ആലിമീങ്ങളോടെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ വാട്സപ്പിൽ ഇതിൽ മറ്റേ ചുമ്മാ ഒന്നും പറയാൻ പറ്റൂല. ഹക്ക് പറയാൻ പറ്റൂലല്ലോ. ദീനിന്റെ കാര്യം പറയാൻ ആലിമീങ്ങൾക്ക് പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് അവർക്ക് റാഹത്തായിട്ട് മനസ്സ് തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ കഴിയുന്നില്ലല്ലോ. ആരോ തടയുന്നത് പോലെ, ആരോ തടസ്സം പറയുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചാ പറയുന്നത്. ശരിയാ, ഞാനും അങ്ങനെ തന്നെയല്ലേ. അല്ല, അങ്ങനെ പച്ചക്കും കാണാൻ പറയാൻ പറ്റുമോ? പറയണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? മൊത്തം ഫിത്നയും ഫസാദ്. അതേപോലെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹെ കാണാൻ തൂർ സീനാ പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാണ്ണം കാളക്കുട്ടിയെ വെച്ച് ആരാധിച്ച് കഷ്ടപ്പെട്ട് ആ ബനു ഇസ്രായേലികളെ മുഴുവനും ഒപ്പിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തൗഹീദിൻ്റെ മക്കളാക്കി മാറ്റിയെടുത്ത് സംസ്കരിച്ചെടുത്ത് കൊണ്ടുവന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനാ പർവ്വതത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ സാമരിയുടെ നേതൃത്വത്തിൽ കാളക്കുട്ടിക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂത്തിന് കയറി ഒരു പിടിഞ്ഞ് പിടിച്ച് ആര്? മൂസ നബി അലൈഹി ആറൂനെ ഏൽപ്പിച്ചിട്ട് പോയി, അനിയനെ ഏൽപ്പിച്ചിട്ട് പോയി. ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ പോയി തുരുസിന പർവ്വതത്തിൽ പോയിട്ട് തൗറാത്ത് മേടിച്ചുകൊണ്ട് വരട്ടെ. പോയ തക്കം നോക്കി ഇവിടെ ഇടങ്ങറാക്കി കളഞ്ഞു മൊത്തം.
കയറി ഒരു പിടി. നമ്മളങ്ങനെയല്ല ദേഷ്യം പിടിക്കുമ്പോൾ കയറി പിടിക്കുന്ന പോലെ. ആര്? മൂസ നബി അലൈഹി സ്വലാത്തു. ആരാ മൂസ എന്ന് അറിയാം? ഒറ്റയടിക്ക് വിധിയൊക്കെ തട്ടിയ ആളാ അവൻ്റെ പേടിക്കാൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ഹാറൂനെ കയറി ഒരു ഒറ്റപ്പിടി, താടിക്ക് കയറി ഒരു പിടിഞ്ഞു പിടിച്ച്. നീ എന്താ നീ കാണിച്ചവിടെ? ഇത് കണ്ടില്ല നീ എന്നൊക്കെ. قال يا ابن أم لا تأخذ بلحيتي ولا برأسي إني خشيت أن فرقت بين بني إسرائيل ولم ترقب قولي. പിന്നെ അഖി, എൻ്റെ ഇക്ക താടിന്ന് കൈയെടുക്ക പ്ലീസ്, എടുക്ക, എന്നെ ഇടിക്ക് പിടിക്കല്ലേക്ക. ഞാനെങ്ങാണ് ഇക്ക ഇവരെടുത്തെങ്ങാണ് ഇത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ആരാധിക്കലെന്ന് പറഞ്ഞ ഇവന്മാരെല്ലാം കൂടെ തമ്മിലടിച്ച് പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നായിപ്പോ അത് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇതാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാർക്ക് സംഭവിച്ചത്. നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഹക്ക് പറയാൻ പറ്റുമോ? പള്ളിയിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ അവിടെ എ ഗ്രൂപ്പ് കാണും, ബി ഗ്രൂപ്പ് കാണും, സി കാണും, ബി പോസിറ്റീവ് കാണും, ബി പോസിറ്റീവ് കാണും, എ നെഗറ്റീവ് കാണും, ഒ നെഗറ്റീവ് കാണും. ഇവരെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ മുസ്ലിയാർക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ജുമാ അല്ല പറ്റുമോ? അല്ല, ജുമാ കഴിയുന്നതിന് മുമ്പേ മുസ്ലിയാർക്ക് കത്ത് വരും റൂമിലേക്ക്. യാ അല്ലാഹ് മാസല്ലാം അടുത്ത ജുമാ വേറെ തൈക്കാവി പോയി നടത്തിക്കുക ഉസ്താദ് എന്ന് പറയാം. യാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നോക്കും പിടിച്ച് പലിശക്കാരെ ഇന്ന് വന്നിട്ടുണ്ടോ? ഇന്ന് പലിശയില്ല വിഷയം, ഇന്ന് പലിശയല്ല. ഇന്നത്തെ വിഷയം സ്വർഗത്തിലേക്കുള്ള പാത. യാ അല്ലാഹ്. പുറത്തുണ്ടോക്കും വെള്ളടിക്കാരൻ കാക്ക ഫ്രണ്ടിൽ വന്നിരിക്കും. ഇന്ന് വല്ല സ്വർഗത്തിലെ മദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ദുനിയാവിലെ മദ്യം നമുക്ക് ഇന്നിവിടെ ചർച്ചയില്ല സംഭവം. കാരണം എന്താ? കാക്ക ഇരിപ്പുണ്ട്, ഹൽക്കി പിടിച്ച് ഹൗലി തള്ളിയിട്ട് സംഭവം തീർന്ന്. മുസ്ലിയാർ പിന്നെ ചില ചന്ദനക്കുടം നടക്കുന്ന പള്ളികളിലൊക്കെ പോയി മുസ്ലിയാർ ചന്ദനക്കുടത്തെ പ്രസംഗിച്ചാൽ മിമ്പറിൽ നിന്ന് അതേപോലെ പഴയ കുഴിക്കാത്ത കൊണ്ട് താക്കും സംഭവം. ആരും ചോദിക്കാനില്ല. പട്ടച്ചാര അടിച്ചുകൊണ്ട് വന്ന് മൊയിലിയാരെ മിമ്പറിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയി ആര് ചോദിക്കാനാ? ഏത് കമ്മിറ്റിക്കാരൻ ചോദിക്കാനാണ്? വല്ലതും പറയാൻ പറ്റുമോ നമുക്ക്? ഹബീബെ, പിന്നെ ഇതേപോലെ വാളിൻ്റെ സദസ്സിൽ നമുക്ക് പറയാം. കാരണം എന്താ? അടുത്ത വർഷം നിങ്ങൾ വിളിക്കൂല, രക്ഷപ്പെട്ട് പിരിക്കണ്ടല്ലോ. റായത്ത ഇതുപോലെ ദീൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലോ. മെമ്പർ മെഹ്റാബുകളും അൽഹംദുലില്ലാ നല്ല അതേപോലെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള മഹല്ലുകളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന മണക്കാട് പള്ളി അൽഹംദുലില്ലാ ആ കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ അവർ പറയും, ഉസ്താദ് ഹക്ക് പറഞ്ഞോ, ദീൻ്റെ കാര്യം പറഞ്ഞോ, ഖുർആൻ പറഞ്ഞോ, ഹദീസ് പറഞ്ഞോ, നമുക്ക് അതിനകത്തൊന്നും യാതൊരു സംശയമില്ല, വിഷമവുമില്ല, പ്രയാസവുമില്ല. ഉസ്താദ് സധൈര്യം പറഞ്ഞോളി. അൽഹംദുലില്ലാ അങ്ങനെ പറയാൻ പറ്റും. ചങ്കൂറ്റുള്ള 10 കമ്മിറ്റിക്കാരെ കിട്ടിയാലേ അൽഹംദുലില്ലാ നമ്മളങ്ങോട്ട് പൊളിക്കൂലേ. അതല്ലേ വേണ്ടത്. ഇതിപ്പോൾ ഒന്നും പറയാൻ പറ്റൂല. സംഭവം എന്താ? കമ്മിറ്റിയിലെ മെയിൻ സാധനം മറ്റേതിൻ്റെ ആളാ. പിന്നെ അങ്ങനെ അത് പറയാൻ പറ്റുമോ വലിയവർക്ക്? ഇത് പറയാം, അത് അവരെ നോക്കണം, ഇവരെ നോക്കണം, അങ്ങോട്ടും നോക്കണം, ഇങ്ങോട്ടും നോക്കണം, എന്തെല്ലാം നോക്കണം. എന്നിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വാതിലൂടെ കാശ് കിട്ടുമെന്ന് പറയാം. നീ പഠിച്ച കിതാബ് തന്നെയല്ലേ ഞാനും പഠിച്ചത്, എനക്ക് വാത് പറഞ്ഞൂടെ? നമ്മൾ വേറെ മൂസാ നബിയുടെ തൗറാത്തൊന്നും അല്ലല്ലോ പഠിച്ചത്. ഈ ഉയിലിയാർ പഠിച്ച കിതാബ് തന്നെ നമ്മളും പഠിച്ചത്. പിന്നെ നിനക്കെന്താ പറഞ്ഞാൽ പറയാനൊരു ചങ്കൂറ്റമാണ്, ധൈര്യമായിട്ട് പറയണം. അള്ളാഹ് സഹായിക്കൂ. നമ്മളാരെ പഠിക്കാൻ? മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മക്കൾ പറഞ്ഞു മരിക്കാറായ സമയത്ത് വസിയത്ത് ചെയ്യാൻ പറഞ്ഞു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലൈക ബിത്തഖ്വല്ലാഹി വതഅത്തില്ലാ വലാ തഖഫ് അഹദൻ ഇസിവല്ലാഹ് വലാ തഖഫ് അഹദൻ. അല്ലാഹു അല്ലാതെ, അല്ലാഹുവിനെ അല്ലാതെ ഒരു മനുഷ്യനെ, ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട, പിടിച്ചോളാൻ പറഞ്ഞു. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല ഉന്നിയയിലുള്ളതാ, മുഖദ്ദിമത്തുൽ ഉന്നിയയിലുള്ള സംഭവമാണ് മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു കിതാബില്. ആരെയും ഭയപ്പെടണ്ട, അല്ലാഹ് അല്ലാതെ ഒരു മഖ്ലൂഖിനെ നീ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് നീ അല്ലാഹെ ഭയപ്പെട്ട് ജീവിച്ചോ. മൊയ്തീൻ ഷേഖ് റളിയല്ലാഹു തആല ഉപദേശമാണ്. നമ്മൾ അല്ലാഹെ ഭയപ്പെട്ട പോരെ, അല്ലാഹ് നമ്മളെ സംരക്ഷിക്കും. നമുക്ക് അല്ലാഹെ ഭയം ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഇന്ന് നടക്കുന്ന 4 കാര്യങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നടക്കുന്ന 4 സംഭവം. 11:30 സംഭവം. നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലേ? ഉലമാക്കൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കാൻ മനസ്സിലാക്കാൻ. 4 സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന 4 സംഭവം. അതിൻ്റെ കാരണങ്ങൾ എന്താ? ഈ ഒരു ഹദീസ് മാത്രം മതി, അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി ഇതിൻ്റെ 2ാം ഭാഗം എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാം. അല്ല കവറിലെ കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നുമല്ല ഇന്ന് നാളെ മറ്റന്നാളൊന്നും പറഞ്ഞാൽ തീരുവല്ല സംഭവം. ഒരൊറ്റ ഹദീസ് കേട്ടോളി. ഉസ്താദന്മാരെ ഉലമാക്കളെയൊക്കെ എതിർക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം. ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിലെ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട, വിട്ടേരുന്ന്. ഈ പണിക്കൊന്നും നമ്മൾ പോട്ടെ, നമ്മൾ എന്തിനെ എതിർക്കാനൊക്കെ പോകുന്നത്? അവരുടെ കാര്യം. ഇതൊന്നും നന്നാവുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് തമ്മിലടിച്ച് മൊത്തം എല്ലാം 2 ഗ്രൂപ്പായി, മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാവരും അടിയോടടി. ഒന്നും പറയാനേ വയ്യ. എല്ലാം അടിച്ച് വള്ളിക്കകത്ത് കിടന്ന് അടിയല്ല. എങ്ങനെ അള്ളാന്റെ സഹായം ഉണ്ടാകും? എന്താ കേട്ടോ ഒരു ഹദീസ് കേട്ടോ. അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയെങ്കിലും നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. പള്ളിക്കുള്ളിൽ ഇത്രയും പേരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അൽഹംദുലില്ലാ. പിന്നെ ഈ ലൈവിൽ കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക. നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. ഓർത്തുകൊള്ളി.
വേറെ ആരുമല്ല. ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ, നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന ഒരൊറ്റ നിലയിലാണ്. അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ, ഉലമാക്കൾ, ആലിമീങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കൻ, അള്ളാഹയെ ഭയപ്പെട്ട് ജീവിക്കൻ. നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇതൊക്കെ നബീന റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. അത് നമ്മൾ പഠിക്കാതെ പോയി, അതാണ് അതിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അബ്ഗളൽ മുസ്ലിമൂന ഉലമാഅഹും വഅൽഹറൂ മവാഖീത അസ്വാഖിഹിം وتناكحوا على جمع الدراهم وأظهروا عمارة أسواقهم وتناكحوا على جمع الدراهم رماهم الله بأربع خصال أو كما قال رسول الله. എന്താ പറഞ്ഞത് ശ്രദ്ധിച്ച് അർത്ഥം പറയാൻ പോവാണ്. ഉറങ്ങുന്നവരെ തട്ടിക്കോ, ആരും ഉറങ്ങുന്നില്ല, എല്ലാവരും ഉണർന്ന് തന്നെ ഇരിക്കുകയാണ്. ഉറക്കം വന്ന മുങ്ങിയാനെല്ലാവരും എഴുന്നേറ്റ് പോയെന്നെ. ഇല്ല, ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം. മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താൽ, ഉണ്ടോ? മുസ്ലിമീങ്ങൾ ഉലമാക്കളെ വെറുത്താലെന്നാ, മറ്റുള്ളവരല്ല. നല്ലപോലെ മനസ്സിലാക്കണം. മുസ്ലിങ്ങളല്ലേ മുസ്ലിയാക്കന്മാരെ പൊങ്കാലയിടുന്നത്? ആണോ? ഇല്ലേ? അല്ലേ? മുസ്ലിങ്ങളല്ലേ? ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെ ഒക്കെ ഇട്ട് പൊങ്കാലയിടുന്ന ആരാ? മറ്റുള്ള മതക്കാരെ നമ്മൾ പറയേണ്ട, കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ സാധു, അവർ പാവം. അവർ തന്നെ ചോദിക്കുക, എന്തിനാ നിങ്ങളുടെ പല്ലൂത്തി നിങ്ങൾ മണപ്പിക്കുന്നത്, എന്തിനാണെന്ന് അവർ തന്നെ ചോദിക്കാൻ. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണിത്, ഞാൻ വെറുതെ പറയല്ലോ. ചിന്തിക്കൂ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മുസ്തദറക്ക് ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ്, മനസ്സിലാക്കി, വെറുതെ പറഞ്ഞ വാക്കല്ല ഇത്. മുസ്ലിമീങ്ങൾ ഉലമാക്കളോട് വിരോധം പുലർത്തിയാൽ, അവരോട് പ്രകോപനം കാട്ടിയാൽ, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ, അവരെ ചൊടിപ്പിച്ചാൽ, അവരെ വെറുപ്പിച്ചാൽ, ഉസ്താദന്മാരോട് ദേഷ്യം പറയുക, അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അവരുടെ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്തുക. രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ. അത് എന്തിന് പരസ്യപ്പെടുത്തണം? എനിക്കതാണ് ചോദ്യം. അള്ള പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന്. നീ അള്ളാഹെക്കാളും വലിയ ആളാവാൻ നിൽക്കുക. നിന്നെയും അള്ള ഇതേപോലെ പരസ്യമായിട്ട് നിന്ദിച്ചിട്ട് നിന്റെ റൂഹിനെ അള്ളാഹു തആല എടുക്കുള്ളൂ. മനസ്സിലാക്കണം നമ്മൾ. ആയിക്കോട്ടെ, തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് ചെയ്തു, അത് രഹസ്യമായിട്ട് നിനക്ക് കൈകാര്യം ചെയ്യാമല്ലോ. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ, അതല്ലേ വേണ്ടു. രഹസ്യമായിട്ട് കൈകാര്യം ചെയ്തോ. ഈ പരസ്യമാക്കണോ? അവരെ ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട്, മീഡിയകളിൽ വിട്ട്, ഇങ്ങനെ നാണം കെടുത്തി ആകെ മൊത്തം ആരെല്ലാം അറിയണം? എത്ര അമുസ്ലിമീങ്ങൾ അറിഞ്ഞു? എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ച, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ ന്യൂനതകൾ എത്രയിടത്ത് അറിയാത്തവർ പോലും അറിഞ്ഞില്ലേ? നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ ഉടനെ അത് കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ മറ്റുള്ളവനെ കൊടുക്കില്ലേ? ഇല്ല. മുസ്ലിം ഉമ്മത്ത് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് പാടില്ല. അതാരെയും തേജോവധം ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യൻ. നമ്മൾ മുസ്ലിം ആണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ആരാ ഹബീബെ ഇവിടെ മാന്യൻ, ആരാ ഇവിടെ നല്ലവൻ? ഓരോരുത്തരുടെ വ്യക്തിപരമായ ന്യൂനതകൾ പരിശോധിച്ചു നോക്കിയാൽ എത്ര വലിയ തെറ്റുകളാണ്. അതല്ല റഹമുർ-റഹീമായ തമ്പുരാൻ മറച്ചു വെക്കുമ്പോൾ നമ്മൾ ഒരു രഹസ്യം ഇങ്ങനെ ചുഴിഞ്ഞന്വേഷിച്ച് അതിങ്ങനെ പരസ്യപ്പെടുത്തി നാണം കെടുത്താൻ എനിക്കെന്തവകാശം? ഈ ഭൂലോകത്ത് എനിക്കെന്തവകാശം? നമ്മളെ നാണം കെടുത്താനും ഇസ്സത്തിലാക്കാനും അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് അല്ലാഹ്ക്ക് മാത്രമാണ്, ഒരു വ്യക്തികൾക്കുമില്ല. ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തൻ്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ്, തൻ്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിനു മുമ്പ് അവൻ വീട്ടിൻ്റെ ഉള്ളിലിരുന്നാലും അള്ളാഹു അവനെ വലിച്ചിഴച്ച് നടു റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്താതെ അവൻ്റെ റൂഹിനെ പിടിക്കുകയില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി.